ടൂലെ പോലെ ട്വിസ്റ്റുകൾ പ്രതീക്ഷിച്ച ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ അത് പ്രതീക്ഷ വരണ്ടെന്ന്. എല്ലാവരും പറയുന്നു ജോർജ് കുട്ടി അതിബുദ്ധിമാനാണെന്ന്. സത്യത്തിലാണ്. ജോർജ് കുട്ടി എല്ലാവരും കരുതുന്ന പോലെ അതിബുദ്ധിമാൻ എന്നല്ല, ഭയങ്കര റിഫ്ലെക്സ് ആക്ഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ആ ഒരു നിമിഷം പുള്ളി എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേനെ. 1-ന്റെയും 2-ന്റെയും ഡൈ ഹാർഡ് ഫാൻസ് 3rd വേണ്ടായിരുന്നു എന്ന് പറയുന്ന ഫാൻസിനോട് എന്താണ് ജിത്തു ജോസഫിന് പറയാം? അവരുടെ സ്വാതന്ത്ര്യം ചെയ്യാന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യം. ആ ഉപ്പിളിക്കുന്ന സീനുണ്ട്, പ്രത്യേകിച്ച് വീടിനകത്ത്, പിന്നെ ആ തോർത്തെടുത്ത് നിലം തുടയ്ക്കാൻ പോകുന്നു. അതെന്റെ ഫാദർ ചെയ്തത്. ഫാദർ ഇത്തിരി ആബ്സെന്റ് മൈൻഡാ. അഭിപ്രായ വ്യത്യാസമുള്ളവരും ഉണ്ടാവാം, ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, പിന്നെ ഒരു കാര്യമില്ല കുറ്റം പറയുന്നവരുണ്ട്. അത് ഞാൻ നോക്കാറില്ല. 3 അങ്ങനെ അതർ ലാംഗ്വേജസിൽ വരാനുള്ള തീരുമാനമായി? അത് ഓൾറെഡി തീരുമാനിച്ചതാണോ? ഇല്ല, 3 ഹിന്ദിയിൽ മാത്രമേ വരുള്ളൂ. മറ്റൊന്നും അവർക്ക് 3യുടെ ക്ലൈമാക്സ് അവർക്ക് വർക്കാകുന്നില്ല. 53,000 പോലീസുകാരാണ് നമുക്ക് കേരളത്തിലുള്ളത്. 650 പേർക്ക് ഒരാൾ, അങ്ങനെ തന്നെയാണ്. അതൊരു ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു. ഗൂഗിൾ എന്ന് പറയും. There is more loopholes in our system. സത്യമല്ലേ? റിയൽ ലൈഫിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പേരാണ് ക്രൈം ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോകുന്നത്. ദൃശ്യം ഫ്രാഞ്ചൈസിലേക്ക് ആര് കഥ വെച്ചാലും ആസ് എ റൈറ്റർ അത് തുറക്കൂല. നമുക്ക് അല്ല, ശരിയല്ലല്ലോ. എന്റേതായ ഒരു ഐഡിയയിലൂടെ ഞാൻ വർക്ക് ചെയ്ത് പോകണം എന്നാണ്. കാരണം ഒരു ഐഡിയ കിട്ടിയിട്ട് ഞാനത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയായിട്ട് ഞാൻ ഇത് ചെയ്യേണ്ട പ്രശ്നങ്ങളാവും. ദൃശ്യം 4 എല്ലാരും ചോദിക്കുന്നുണ്ടാവും. അപ്പോഴേ എല്ലാവരും പറയുന്നുണ്ട് അത് 4ലേക്കുള്ള ലീഡായിട്ട് വരും. അതുകൊണ്ട് എനിക്ക് 4 ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കൺഫേം ചെയ്യാനൊന്നും പറ്റത്തില്ല, എനിക്ക് അറിയില്ല. Star Jam presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections le pastel stone jewelry series will go well with designer work. Sure ആയിട്ടും നിങ്ങളാകും പാർട്ടിയിലെ സ്റ്റാർ. മലയാളത്തിലെ ഏറ്റവും ഹിറ്റ് മൂവി ഫ്രാഞ്ചൈസിയുടെ മേക്കറാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. ഡയറക്ടർ, റൈറ്റർ ജിത്തു ജോസഫ്. വെൽക്കം ടു കല്യാൺ ജുവലേഴ്സ് പ്രസൻസ് സ്റ്റാർ ജാം. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. 200 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കൊന്നും അതൊന്നും എൻ്റെ ഒരു ഞാൻ അതിലൊന്നും വലിയ എക്സൈറ്റഡ് ആകുന്ന ആളൊന്നുമില്ല. പടം നന്നായി അഭിപ്രായം പറയുക, പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നില്ല എന്ന് പറയുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ പൈസ നന്നായിട്ട് കളക്ട് ചെയ്യുന്നു, അതൊക്കെ സന്തോഷം. അല്ലാതെ ഈ ഇതിന്റെ ക്ലബിന്റെ മത്സരത്തിനൊത്തൊന്നും ഞാനില്ല. ഏറ്റവും സന്തോഷം വരുന്ന ആസ് എ റൈറ്റർ മേക്കർ എപ്പോഴാണ്? ആൾക്കാർ എന്ത് പറയുമ്പോഴാണ്? അല്ല, തീർച്ചയായിട്ടും നമുക്ക് വരുന്ന കോളുകൾ, ആ കോളുകളുടെ എണ്ണം, പിന്നെ ആൾക്കാർ അതിനെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഓരോരുത്തർ ഓരോ രീതിയിൽ പറയുന്നു. അഭിപ്രായ വ്യത്യാസമുള്ളവരും ഉണ്ടാകാം, ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, പിന്നെ ഒരു കാര്യമില്ല കുറ്റം പറയുന്നവരുണ്ട്. അത് ഞാൻ നോക്കാറില്ല. കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനങ്ങളുണ്ട്, ഞാനത് കേൾക്കും. അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ, ചിലപ്പോൾ അത് മനസ്സിലാകാത്തതുകൊണ്ടാവാം. കുറേ പേര് വിളിക്കും ഡൗട്ട്സ് പറഞ്ഞ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരെയും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏതൊക്കെ രീതിയിൽ ഓഡിയൻസ് ചിന്തിക്കുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചോളം ദൃശ്യം 1 ഇറങ്ങിയ ആ ഒരു സമയത്തെ പോലത്തെ കോളുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 1 ഇറങ്ങിയപ്പം ഓഡിയൻസ് 15, 12, 13 വർഷം കൂടി തിയേറ്ററിൽ വരുന്നെന്ന് പറഞ്ഞു. ഇത്തവണ അങ്ങനെ കുറേ പേരുണ്ട്. അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഒരെണ്ണം ഞാൻ കണ്ടു, ഒരു ഹൗസ് വൈഫ് 24 വർഷം കൂടിയാണ് തിയേറ്ററിൽ പോകുന്ന സിനിമ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടും വന്നു. അപ്പം അതൊക്കെ നമുക്ക് ആ ഒരു ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അപ്പം അത് സന്തോഷം. ദൃശ്യം 4 എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. ഓൾറെഡി വർക്ക് എല്ലാം തുടങ്ങിയോ, എഴുത്ത് തുടങ്ങിയോ? ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയാം. ആ സീക്വൻസ്, ആ ഷോട്ട് നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത് ആക്ച്വലി ആ സിനിമ കണ്ടവർക്ക് അറിയാം. ഞാൻ അതിനകത്ത് ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. ഒരു വ്യക്തി എന്തിനാണോ ഇത് ചെയ്തത് അത് അച്ചീവ് ചെയ്തോ, അല്ലെങ്കിൽ അതിലേക്ക് അത് പോയിട്ട് അത് പോസിറ്റീവായിട്ട് പുള്ളി ഒരു റിസൾട്ട് കിട്ടിയോ എന്നുള്ളതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷോട്ട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സീക്വൻസ് ഇട്ടേക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് അത് എടുത്ത് ഡയറക്ടർ കാർഡൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ മാറ്റിയതാണ്. അപ്പോഴേ എല്ലാവരും പറയുന്നുണ്ട് അത് 4ലേക്കുള്ള ലീഡായിട്ട് വരും. പിന്നെ 4 എന്ന് പറയുന്നത് 1 കഴിഞ്ഞപ്പം ആൻ്റണി എല്ലാം കൂടെ കൂടി പറഞ്ഞ് ഞാനിരുന്ന് ചിന്തിച്ചപ്പോൾ 2ലേക്ക് വന്നു. 2 ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 3 ഉണ്ടെന്ന് ആൻ്റണി പറഞ്ഞു. അപ്പോൾ 3 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൻ്റണി 4 ഉണ്ടെന്ന് പറയുന്നു. അതായത് എന്നോട് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറയുന്ന ഒരു ഇതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് 4 ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കൺഫേം ചെയ്യാനൊന്നും പറ്റത്തില്ല, എനിക്കറിയില്ല. പക്ഷേ 3 ഉണ്ടായതിൽ ഞാൻ വളരെയധികം ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ നന്നായെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു ആംഗിൾ എനിക്ക് പറയാൻ പറ്റിയെന്നുള്ളത്
അതിനു മുമ്പ് ഒരുപക്ഷെ ഞാനൊരു 1ഉം 2ലും നിർത്തിയിരുന്നെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഓരോ തവണയും ഒരു അഭ്യാസം കാണിച്ച് രക്ഷോട്ട് പോകുന്ന ജോർജ് കുട്ടി എന്നുള്ളത് മാത്രമായി പോയത്. ആ ജോർജ് കുട്ടിയുടെ വേറൊരു ഒരു ഏരിയ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ആ ആംഗിൾ എന്ന് പറയുമ്പോൾ രക്ഷപ്പെടാത്ത ജോർജ് കുട്ടിയുടെ ഫിയർ എന്ന് പറയുന്ന ഒരു ആംഗിൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന, കാരണം തുടക്കം തൊട്ടേ ഞാൻ ജോർജ് കുട്ടീനെ ഒരു സൂപ്പർ ഹീറോ അങ്ങനെ ഇതായിട്ടല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിൻ്റെ ഫിയർ കാണിക്കേണ്ടത് അനിവാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ പറയുക, ഇത് ദൈവമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനത്തെ ചിന്തകൾ തന്നതാണ്, ഇത് സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് ഞാനിപ്പോൾ ശക്തമായിട്ട് വിശ്വസിക്കുന്നു. ആസ് എ റൈറ്റർ അങ്ങനെയപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും 2 ഇറങ്ങുന്നത് 8 വർഷത്തിന് ശേഷമാണ്, 3 ഇറങ്ങുന്ന 5 വർഷത്തിന് ശേഷമാണ്, 4 ഇപ്പം മനസ്സിലില്ല എന്ന് പറഞ്ഞു. എന്നാലും 4 ഇറങ്ങുകയാണെങ്കിൽ എത്ര വർഷത്തിന് ശേഷമായിരിക്കും അറിയില്ല. ചിലപ്പോൾ ഒരിക്കലും ഇറങ്ങിയില്ലെന്ന് വരും, ചിലപ്പം 2-3 വർഷത്തിനുള്ളിൽ ഇറങ്ങുമായിരിക്കും, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞായിരിക്കും, എനിക്കറിയില്ല. അതെപ്പോഴാണ് തീരുമാനിക്കപ്പെടുന്നത്? അല്ല, എനിക്കറിയില്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഏരിയ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു തോട്ട് വന്നു, ഇതൊരു 4 ആയിട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുമ്പോഴാണ്. ഇപ്പോൾ ദൃശ്യം 2 കഴിഞ്ഞ് ലാൽ സാർ എന്നോട് ചോദിച്ചപ്പോൾ 3ലേക്ക് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു ആശയം മാത്രമേ ഉള്ളൂ. ദൃശ്യം 3യുടെ ക്ലൈമാക്സ് ആണ് അന്ന് പറഞ്ഞത്. ഇങ്ങനെയായിരിക്കണം ദൃശ്യം 3 ദൃശ്യം 3 ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയായിരിക്കണം അവസാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാനൊരു ആശയം പറഞ്ഞു. അത് ലാൽ സാർ പറഞ്ഞു ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. ആ ആശയത്തിലേക്ക് എത്താൻ ഒത്തിരി കാര്യങ്ങൾ വേറെ വേണം. അത് സംഭവിച്ചുകൊണ്ട് മാത്രമാണല്ലോ, അത് ആശയം കൊണ്ട് മാത്രം, ഒരു ക്ലൈമാക്സിൻ്റെ ആശയം കൊണ്ട് മാത്രം ഒരു സിനിമ സംഭവിക്കുന്നില്ലല്ലോ. അതിലേക്ക് എത്തേണ്ട 2.5 മണിക്കൂർ 2.25 മണിക്കൂർ ആൾക്കാരെ പിടിച്ചിരുത്തി കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ട്. ദൃശ്യം 3 നമ്മൾ കേട്ടൊരു കാര്യമാണ്, പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നെങ്കിൽ ജോർജ് കുട്ടി എന്ത് ചെയ്തേനെ? ജോർജ് കുട്ടി എല്ലാവരും കരുതുന്ന പോലെ അതിബുദ്ധിമാനെന്നല്ല, ഈ ഭയങ്കര റിഫ്ലെക്സ് ആക്ഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ആ ഒരു നിമിഷം പുള്ളി എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേനെ, അത് ഉറപ്പാണ്. ജോർജ് കുട്ടിയുടെ റിഫ്ലെക്സ് ആക്ഷൻ ഇങ്ങനെ വരണമെങ്കിൽ എഴുതുന്ന ആൾക്കും ആ റിഫ്ലെക്സ് ആക്ഷൻ വേണ്ടേ? ആയിരിക്കും. അല്ല, സ്വാഭാവികമായിട്ട് ഞാനത് ഇത് ചെയ്യുമ്പോൾ എനിക്ക് പക്ഷേ സമയമുണ്ടല്ലോ ആലോചിക്കാൻ. ജോർജ് കുട്ടിക്ക് ആ സമയമില്ല, അതാണ് വ്യത്യാസം. അപ്പൊ ഈ പോയിന്റ് മുന്നേ വെച്ചിട്ടാണ് എപ്പോഴും എഴുതുക. ഇയാൾ ഇങ്ങനെ ഒരു റിഫ്ലെക്സ് ആക്ഷനിൽ ചിന്തിക്കേണ്ട സാധനങ്ങളാണ് ഉണ്ടാവണം, എന്നാലേ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് ഒത്തിരി ആൾക്കാർ ഇതൊക്കെ അയച്ചവരുണ്ട്, 2ൻ്റെയും 3യുടെയും കഥകൾ. അപ്പം ഞാനതൊന്നും എടുത്തിട്ടില്ല. പക്ഷെ 1-2 നമ്മുടെ കൂടെയുള്ളവർ വന്ന് ചുമ്മാ ഇരുന്ന് ഞാനൊരു ആശയം പറയട്ടെ, അവരൊക്കെ പറയുമ്പോൾ ചുമ്മാ ഒരു കഥയാണ് പറയുന്നത്. ഒരിക്കലും ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിൻ്റെ കണ്ടിന്യൂഷൻ എന്നോട് അത് മനസ്സിലാക്കി പറഞ്ഞിട്ടില്ല. എന്ന് കരുതി നാളെ ഇത് ഇനി ആൾക്കാരിത് വന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയാതെ. അപ്പം എൻ്റെ മുന്നിലുള്ള ചലഞ്ച് എപ്പോഴും അത് തന്നെയാണ്. ആ ജോർജ് കുട്ടിയുടെ ആ ഒരു കഴിവ് അത് അതിനകത്തുണ്ടാണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. ഇപ്പോൾ കഥ എങ്ങനെ ആൾക്കാർ വന്ന് പറയാറുണ്ട്, സുഹൃത്തുക്കളൊക്കെ വണ്ണ് കഴിഞ്ഞപ്പോഴേ, അല്ലാതെ അയക്കുന്നവരുണ്ടാവില്ല. വണ്ണ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുറക്കാറില്ല. ഞാൻ അപ്പം തന്നെ അതങ്ങ് 3യുടെ സ്റ്റോറി അല്ലെ 2ൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാറാ മതി. ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നു, എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഉണ്ട്. എനിക്കൊരു മെയിൽ ഇട്ടിരുന്നു, അതിനകത്ത് ആശയം എടുത്താണ് ഞാൻ സിനിമ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് എന്നെ പുള്ളിയുടെ പേര് ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനത് കണ്ടാലല്ലേ, ഞാനത് അപ്പം തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ദൃശ്യം ഫ്രാഞ്ചൈസിലേക്ക് ആര് കഥ വെച്ചാലും ആസ് എ റൈറ്റർ അത് തുറക്കൂല, നമുക്ക് അല്ല ശരിയല്ലല്ലോ. കാരണം എനിക്കൊരു എൻ്റെതായ ഒരു ഐഡിയയിലൂടെ ഞാൻ വർക്ക് ചെയ്ത് പോകണമെന്നാണ്. കാരണം ഒരു ഐഡിയ കിട്ടിയിട്ട് ഞാനത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയായിട്ട് ഞാൻ ഇത് ചെയ്യേണ്ട പ്രശ്നങ്ങളാവും. അതിലും അങ്ങ് കാണാതിരിക്കും. അതുകൊണ്ട് ആരും ഒന്നാമതെ ഫോറിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അയക്കണ്ട. പ്രൊഡ്യൂസർ സമ്മതിക്കോ, ലാലേട്ടൻ സമ്മതിക്കോ? അങ്ങനെയൊന്നുമില്ല. അവർ നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല. അവർ നല്ല എന്തെങ്കിലും ആശയം വരുവാണെങ്കിൽ ചെയ്യാനാണ് പറഞ്ഞത്. അത് വരുവാണെങ്കിൽ ഒരു നല്ലൊരു തോട്ട് വന്നാൽ എന്തിനു ഞാൻ ചെയ്യാതിരിക്കണം. പക്ഷെ അതെനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രേ ഉള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് നമുക്ക് 4ന് വേണ്ടി തോട്ട് ആലോചിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെയല്ല. ഞാൻ 2ന് വേണ്ടി ഇരുന്ന് ആലോചിച്ചെന്നല്ലേ. 2 ഓക്കെ ഇരുന്ന് അങ്ങനെ എന്നല്ല, ചുമ്മാ ഇങ്ങനെ നമ്മളെന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ കേൾക്കുകയോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ആശയം വരുമ്പോഴാണ് നമ്മളതിൽ നിന്ന് ഇത് ചെയ്യുന്നത്. 3ൽ ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് പല
ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 3 നടക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ശാന്തിയും കൂടെ വേറൊരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ ഇരുന്നപ്പോൾ ശാന്തി ഇങ്ങനെ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പം ഒരു കേസുമായിട്ട് സംബന്ധിച്ച് ശാന്തി ഒരു 2 സെൻറ്റൻസ് പറഞ്ഞു. നമ്മുടെ വക്കീല് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ 1-2 സെൻറ്റൻസിലൂടെ ഒരു കാര്യം പറഞ്ഞപ്പം അത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അത് പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ പിന്നീട് ശാന്തിയോട് പറഞ്ഞിട്ടുണ്ട്, താൻ ഇത് പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് തോട്ട് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം വന്നെങ്കിൽ വീണാൽ അതിൽ നിന്നൊരു ആശയം കിട്ടിയാൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് നോക്കണം. അതൊരു ഫാക്ടർ. ഇപ്പം 2ൻ്റെ തോട്ട് കിട്ടി, അല്ലെ 3ൻ്റെ തോട്ട് കിട്ടി, അത് കഴിഞ്ഞിട്ട് അതൊരു സ്ക്രീൻ പ്ലേ ആയിട്ട് വർക്ക് ചെയ്ത് സ്ക്രിപ്റ്റ് വായിച്ച് നമ്മുടെ കൂടെയുള്ളവരെല്ലാം ഇത് നല്ലൊരു സിനിമയാണ്, ഇത് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്പം നാളെ അങ്ങനെ ഒരു തോട്ട് കിട്ടി ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അയ്യോ ഇത് സുഖാവില്ല അല്ലെങ്കിൽ ഇത് വർക്കാകുന്നില്ല എന്ന് തോന്നിയാൽ നമ്മളതെടുത്ത് കളയും, വേണ്ടെന്നങ്ങ് വയ്ക്കും. അത്രേ. പാരലലി ഒരുപാട് കഥകൾക്ക് വർക്ക് ചെയ്യോ അതോ ഒറ്റ മാത്രമേ? ഞാൻ അറ്റ് എ ടൈം 3-4 സബ്ജക്റ്റ്, അത് നമ്മൾ ബ്രെയിനിൽ നമ്മുടെ ചിന്തകളിലൂടെയാണ്, പേപ്പറിലാക്കുമല്ല. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ തന്നെ ഒരു 3-4 സബ്ജക്റ്റ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അത് പണ്ടുതൊട്ടേ ആലോചിക്കുന്നതാണ്. ചിലത് കുറേ വർക്ക് ചെയ്തിട്ട് പറ്റാതെ അങ്ങ് വിട്ട് കളയും, ചിലത് കുറച്ച് നാൾ കഴിഞ്ഞ് അത് വീണ്ടും തിരിച്ചെടുത്ത് വർക്ക് ചെയ്യും. ഈയിടെ ഒരെണ്ണം കുറേ ഇരുന്ന് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് വന്ന് ഞാൻ പോയി ഒരു സിനിമ കണ്ടപ്പം ആ തോട്ടിൽ വേറൊരാൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അതങ്ങ് വിട്ട് കളഞ്ഞു. ആണല്ലേ? ഒരേപോലെ ചിന്തിക്കാമല്ലോ, അങ്ങനെയും സംഭവിക്കാമല്ലോ, ഒഴിവാക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ വേണ്ടെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റീസെൻ്റ്ലി ചോദിച്ച ഭയങ്കര ബ്രില്യൻ സംശയങ്ങൾ എന്തെങ്കിലും? ബ്രില്യൻ സംശയങ്ങളെന്നല്ല, ചില സംശയങ്ങൾ. ഇതെന്തുകൊണ്ടാണ് ക്ലൈമാക്സിൽ അതെന്തായിരുന്നു, ഇതെന്തായിരുന്നു, അപ്പം ഞാൻ പറഞ്ഞു അതിങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പിന്നെ കുറച്ച് ആൾക്കാർക്ക് അവരുടെ ചേട്ടാ ഞങ്ങൾക്ക് ചില ക്യാരക്ടേഴ്സ് ഭയങ്കര ഫോഴ്സ്ഡായിട്ട് ജമ്പ് ചെയ്തുപോലെ തോന്നി. അവൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ, അതിനകത്ത് 1-2 ക്യാരക്ടേഴ്സ് 2-ലെ പോലെ പെട്ടെന്ന് സ്വഭാവം മാറി, ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയി, അത് ഇച്ചിരി ജമ്പ് ചെയ്ത് ഫോഴ്സ് ചെയ്ത പോലെ തോന്നി എന്ന് പറഞ്ഞു. പക്ഷെ അവർ ചിന്തിക്കാത്തൊരു കാര്യം, 5 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഈ 5 വർഷം കൊണ്ടുണ്ടായ ട്രാൻസ്ഫോർമേഷൻ ആണ് അത് ഫുള്ള് അങ്ങോട്ട് കാണിക്കാൻ ഞാൻ പോയാൽ ഇത് കുറേ ഏരിയ ഉണ്ട്, സീരിയസ് ആയിട്ട് നോക്കേണ്ടി വരും. പക്ഷെ ഞാനൊരു ഡയലോഗിലൂടെ, അത് 1-2 ഡയലോഗിലൂടെ അത് മെൻഷൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ അവർ ചോദിക്കും അതെന്താ പെട്ടെന്ന് ക്യാരക്ടർ അങ്ങനെ മാറിയേ. അപ്പോൾ അതിന് ഇതേപോലെ ഈ 3 കാണുമ്പോൾ കുറച്ച് നമ്മൾ അതിൻ്റെ സറൗണ്ടിങ്സ് ഒന്ന് ചിന്തിച്ചെടുക്കേണ്ടി വരും. കാരണം നമുക്ക് അതെല്ലാം ഡീറ്റെയിലിങ്ങിന് പോയാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു വെബ് സീരീസ് പോലെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ദൃശ്യം 1, 2, 3 ഫേവറേറ്റ്സ് ബൈ ഓർഡർ പറയാൻ പറഞ്ഞ ഏതായിരിക്കും? 3, 1, 2. അങ്ങനെയാണോ? 3 ആണോ ഫേവറേറ്റ്? ശരി. ബൈ അവിടെയാണ് ആ ജോർജ് കുട്ടിയുടെ യഥാർത്ഥ നമ്മളിത് വർക്ക് ചെയ്തത്. നേരത്തെ പറഞ്ഞ റീസൺ, ജോർജ് കുട്ടി എന്ന് പറയുന്നത് അയാൾ ഒരു സാധാരണക്കാരനാണ്. അയാളിലൊരു ഫിയർ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. അയാളൊരു സൂപ്പർ ഹീറോയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ 3ഉം 1ഉം എനിക്ക് ഏതാണ്ട് തുല്യമായിട്ട് തന്നെ നിൽക്കുന്നവരെ. ഈ 1 എല്ലാവരും ഇത്ര എക്സൈറ്റഡ് ആകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് ജോർജ് കുട്ടിയുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ആ ക്ലൈമാക്സ് പോലും 1ൻ്റെ ഇത്രയും ഞെട്ടിച്ചതിനാ ജോർജ് കുട്ടി ഇങ്ങനെ ഒരാളാണെന്ന് നിങ്ങൾ അല്ല. ഇപ്പം 2ലേക്കും 3ലേക്കും വരുമ്പോൾ ജോർജ് കുട്ടി എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ സിനിമ കാണുന്നത്. അപ്പോൾ ജോർജ് കുട്ടി എന്തെങ്കിലും ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഇരിക്കുന്നതുകൊണ്ടാണത്. മറ്റേതതില്ല, നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ജോർജ് കുട്ടിയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. അവിടെ നിങ്ങൾ ജോർജ് കുട്ടീനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി. പിന്നീടുള്ള അങ്ങോട്ട് അത് മാറ്റി വെച്ചുകൊണ്ട് സിനിമ കാണുന്നവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ പേര് കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയുന്നവരുണ്ട്, അത് വിട്ടേര്. അല്ലാതെ 1ഉം 2ഉം പോലെ ഒന്നും. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പേരോടൊക്കെ സംസാരിച്ച് നോക്കി. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോർജ് കുട്ടി 1ലും 2ലും പോലെ 3യിൽ കളിക്കുന്നില്ല. അപ്പോൾ അതല്ല, സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണ്. പ്ലാനിങ്ങുകളുണ്ട്, ജോർജ് കുട്ടിയുടെ പ്ലാനിങ്ങുകളുണ്ട് 1ലും 2ലും. ഇതിനകത്ത് പ്ലാനിങ് വേറെ ആളാ, അതിനെ പുള്ളി ചെറുക്കുവാണ്. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ആ രീതി മറ്റേ രീതിയിൽ അത് ഇഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇതിൽ ചിലപ്പോൾ അതൃപ്തി ഉണ്ടാകാം. പക്ഷേ മജോറിറ്റിയും 3യുടെ കൂടെയാണ്. അതുകൊണ്ടാണല്ലോ ഇതുപോലത്തെ കളക്ഷൻ വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത് എഴുതിയപ്പം
ചിലപ്പോൾ ഇത് അധികം ഓടിയല്ലായിരിക്കും, ചിലപ്പോൾ ആൾക്കാരത്ര. അപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല സിനിമയാണ്, ഈ ക്യാരക്ടറിൻ്റെ ഈ ഒരു ആംഗിൾ പറയണം എന്നുള്ളത് ഭയങ്കരമായി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഐ മീൻ ആ ക്യാരക്ടർ നല്ലൊരു വർക്കിംഗ് സ്ക്രിപ്റ്റും ക്യാരക്ടറൈസേഷനുമാണ്. ചിലപ്പോൾ ഇത് ഈ എക്സ്പെക്ടേഷൻ കൊണ്ട് ചിലപ്പോൾ ഓടിയല്ലായിരിക്കും. അപ്പോഴും ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ആൻ്റണി സേഫാണ്. കാരണം ഒരു ലാൽ സാർ പടം, ഒരു വലിയ കോസ്റ്റ് ഇല്ലല്ലോ ഈ പടത്തിന്, അതുകൊണ്ട് പ്രൊഡ്യൂസർക്ക് ദോഷമൊന്നും വരില്ല. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ധൈര്യമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഇറക്കിയത്. ചിലപ്പോൾ ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാറ്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം തൊട്ട് നമ്മുടെ പ്രൊമോഷനിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ഇതിങ്ങനെയാണ്, മറ്റേ പ്രതീക്ഷ വരരുതെന്ന്. അതുകൊണ്ടുകൂടി ആവാം ആൾക്കാരത് അങ്ങനെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ആൾക്കാർക്ക് അത് എടുക്കാൻ പറ്റി, മജോറിറ്റി ആൾക്കാർക്ക്. ഒരു സിനിമ 100 പേര് കണ്ടാൽ ഒരു 80 പേർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് സൂപ്പർ ഹിറ്റാണ്. 70 ആയാൽ അതിൻ്റെ താഴെ 60, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ 100 പേർക്കും ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അത് ഏത് സിനിമ എടുത്തു അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ലാലേട്ടൻ്റെ ഇമോഷൻസ്, ഈ ഫിയർ എന്തോ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന പോലെ ത്രൂ ഔട്ട് ഉണ്ട്. തുടക്കം തൊട്ടേ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പുള്ളി എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്ത് ലാലേട്ടൻ്റെ ഇമോഷൻസ് ഇങ്ങനെ ക്യാരി ചെയ്ത്, ആ വാ ഉപ്പിളിക്കുന്ന സീനുണ്ട് പ്രത്യേകിച്ച് വീടിനകത്ത്, പിന്നെ ആ തോർത്തെടുത്ത് നിലം തുടയ്ക്കാൻ പോകുന്നു. അല്ല, അതെൻ്റെ ഫാദർ ചെയ്തത്. അതൊക്കെ ഇത് എൻ്റെ ഫാദർ MLA ആയിരുന്നു. അപ്പോൾ MLA ആയി കഴിഞ്ഞ സമയത്ത് ഫാദർ ഒത്തിരി ആബ്സെന്റ് മൈൻഡഡാ. വണ്ടി ഓടിക്കുമ്പോൾ വർത്താനം പറയും. അത് എനിക്ക് ഇച്ചിരി കിട്ടിയിട്ടുണ്ട്. ഞാൻ പിള്ളേർക്കറിയാം. ഞാൻ ഈ ചിലപ്പോൾ ഡയലോഗ് പറഞ്ഞു നോക്കും വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ പിള്ളേർക്കറിയാം ഞാനിങ്ങനെ മർമർ ചെയ്യുന്ന കാണുമ്പോൾ എന്തോ ഡയലോഗ് പറഞ്ഞു നോക്കുകയും ചെയ്തെങ്കിൽ ഇത് നമ്മൾ ഈ ചില കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ചില ക്യാരക്ടർ, അപ്പോൾ ഞാൻ ചില ഡയലോഗ്, ഇപ്പം ദൃശ്യം 2-ലാണെങ്കിൽ സത്യത്തിൽ നമ്മൾ അവനെയല്ല നിരീക്ഷിച്ചുകൊണ്ട് അവൻ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ്സ് ലൈക്ക് എ കേസ് ദാറ്റ് ഡിസ്ക്ലോസ്ഡ് ബട്ട് വിൽ നെവർ ക്ലോസ്. ഇങ്ങനത്തെയൊക്കെ ചില ഡയലോഗ്സ് ഉണ്ട്. ഇങ്ങനത്തെ ചില 1-ലും 2-ലും 3-ലും ഒക്കെ ഉള്ള ആ ഡയലോഗുകൾ ക്ഷണിക്കപ്പെടാതൊരു അതിവൊന്നും. ഇതൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ നടക്കുമ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ കിട്ടുന്നത് നമ്മളെന്നാലും ഇങ്ങനെ പറഞ്ഞ് അത് മനസ്സിലങ്ങ് ഫീഡാവും. എനിക്ക് ഫാദറിൻ്റെ നിന്ന് കിട്ടിയതാണ് ഈ ഇതായിട്ട് സംസാരം. ഇത് സംസാരത്തിൽ വന്ന ഡയലോഗാണ് ഇത്, അങ്ങനെയൊക്കെ വരുന്നതാണിത്. ഇത് ഫാദർ MLA ആയിരുന്നു. ഈ തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൻ്റെ സമയത്ത് ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ചാടി ഇറങ്ങി ഡ്രസ്സ് ഇട്ട് പോകുമ്പോഴായിരിക്കും എൻ്റെ അമ്മച്ചി ഇത് അറിഞ്ഞ് ഓടി വരുന്നത്. അപ്പോഴത്തേക്ക് ഇനി ഫുഡൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഓടി വന്നിട്ട് വരും, എന്നാൽ ഇതെങ്കിലും കഴിക്കുന്നതിന് ബുൾസൈ എടുത്ത് കൊടുക്കും. അപ്പോൾ അത് അതേപോലെ എടുത്ത് വായിലേക്ക് ഇട്ടിട്ട് ഒറ്റ ഓട്ടമാണ്. അങ്ങനെ ഒരു സീനുണ്ട്. അതുണ്ട്. പിന്നെ ഈ ഇത് വാഷ് ബേസിനിൽ, അത് ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴാണ് വാഷ് ബേസിനിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ട് സൈഡിലേക്ക് തുപ്പി ഫ്ലോറിലേക്ക്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യും. പക്ഷെ അത് തുടയ്ക്കാൻ ശ്രമിച്ചൊന്നുമില്ല. അത് ഞാൻ ആഡ് ചെയ്തതാണ്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. പൊൻകുന്നത്ത് ടൗണിൽ എന്തോ ഒരു ആവശ്യത്തിന് അന്ന് പോയപ്പം MLA ആയിരുന്ന സമയത്ത് വേറെ എന്തോ ഒരു ആവശ്യത്തിന് അവിടെ പോയി. അപ്പോൾ ഫാദറിന് ചെറിയ തലവേദന വന്നു. വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം പറഞ്ഞു. അപ്പം ഫാദർ തന്നെ വന്ന് പറഞ്ഞാൽ, എന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടൊരു അന്നത്തെ കാലത്ത് ക്രോസിന് പരസ്യമുണ്ടല്ലോ, ഏതാണ്ട് മേടിച്ചു. അന്ന് എനിക്ക് വേണം 25 പൈസ വേണ്ട ഒരെണ്ണത്തിന്. അപ്പോൾ 50 പൈസ കൊടുത്തു. മരുന്നും 25 പൈസ കൊടുത്തു. മരുന്ന് പോക്കറ്റ് ഇട്ടിട്ട് 25 പൈസ വായിലിട്ടു. മനസ്സിലായോ? ഇതും ഉണ്ടായതുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ജോർജ് കുട്ടി സിനിമ, ബിസിനസ്, തിയേറ്റർ, സിനിമയുടെ കോളുകൾ ഇങ്ങനെ വരുന്നു. അക്കൂട്ടത്തിൽ മറ്റേ ഫിയർ ഉള്ളിലുണ്ട്. അപ്പോൾ ഭയങ്കര ആബ്സെന്റ് മൈൻഡഡ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. അതാണ് നമ്മളതിനകത്ത് യൂസ് ചെയ്തത്. അത് കൃത്യമായിട്ട് വർക്കായിട്ടുണ്ട്. ലാലേട്ടൻ്റെ അഭിനയം, ക്യാരക്ടർ പിടിക്കലും ഈ 3-ലെ ജോർജ് കുട്ടി ഡിഫറെൻ്റ് ആണല്ലോ, ഫിയറിലുള്ള ജോർജ് കുട്ടിയാണല്ലോ. അപ്പം ലാലേട്ടൻ്റെ അഭിനയം ആസ് എ ഡയറക്ടർ, എഴുത്തുകാരൻ കാണുമ്പോൾ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അദ്ദേഹം അഭിനയിച്ചിട്ടില്ലല്ലോ, ജോർജ് കുട്ടിയായിട്ട് ജീവിക്കുമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പ്രോഗ്രഷൻ അറിയാം. കാരണം ഈ ഫ്രാഞ്ചൈസിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നും അതെ, 3-ൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നും അതെ. കാരണം നമ്മളൊരിക്കലും ഫസ്റ്റ്, സെക്കൻഡും, തേർഡും ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും ഓർഡറിലല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പം ക്ലൈമാക്സ് ഒക്കെ ചിലപ്പോൾ 5 ദിവസം ഷൂട്ടിങ് തുടങ്ങി 8 ദിവസമൊക്കെ കഴിയുമ്പോൾ ക്ലൈമാക്സ് ചെയ്യും. നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. ഒരു ലൊക്കേഷനിൽ കയറി അവിടുത്തെ മുഴുവൻ തീർത്തിറങ്ങുവാണ്. അപ്പോൾ അതുകൊണ്ട് അന്നേരം ഈ ക്യാരക്ടറിൻ്റെ കണ്ടിന്യൂറ്റി, അത് ലാൽ സാർ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അദ്ദേഹം തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കും. പക്ഷേ അങ്ങനെ അധികം ചോദിക്കേണ്ട ആവശ്യം വരാറില്ല. അദ്ദേഹം തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളതാണ്. ആ കഥാപാത്രം അതങ്ങനെ തന്നെ കൊണ്ടുപോകാനുള്ള അതൊരു കഴിവാണത്. കൈ നിട്ട് അങ്ങനെ എന്തെങ്കിലും സീനുകൾ ഓർമ്മയുണ്ടോ ഈ പേടി കാണിക്കാൻ? എനിക്കറിയില്ല. അദ്ദേഹം കൈ നിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ സിറ്റുവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാൽ സാറിനോട് പറയുമ്പോൾ അദ്ദേഹം അതങ്ങ് പെർഫോം ചെയ്യുവാണ്. ചിലയിടത്ത് എവിടെയെങ്കിലും പുള്ളി ഇച്ചിരി മാറിപ്പോവുകയാണെങ്കിൽ നമ്മൾ പറയും. ഇപ്പം ദൃശ്യം 2-ലുണ്ടത്. മറ്റേ ഒരു പയ്യൻ ഓടി വന്നിട്ട് പറയുമല്ലോ, ജോർജിയുടെ മറ്റേ ജോർജിയുടെ ആ ബോഡി പോലീസ് സ്റ്റേഷനിലാണ് ഒഴിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വൈഫ് വരുന്നു, ഇത് ചെയ്തു. എന്നിട്ട്
വൈഫിൻ്റെ ആ നോട്ടത്തിൽ ജോർജ് റാണി ഇങ്ങനെ ജോർജ് കുട്ടിയെ നോക്കുമ്പോൾ ജോർജ് കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. സാധാരണ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അല്ലത്. അതിപ്പോൾ ജോർജ് കുട്ടി പറയുന്ന ഒരു ഇതുണ്ട്, വാതിൽ പൂട്ടി അകത്തിരുന്നോ, ആരും വന്നാലും തുറക്കരുതെന്ന് എന്തോ പറയുന്നത്, ആ ഡയലോഗാണെന്നാണ്. ലാൽസാർ ആദ്യം പറഞ്ഞപ്പോൾ ഒരു ഹീറോയിക് സൗണ്ടിങ് ആയിരുന്നു, അതായത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് ഞാൻ ലാൽസാറിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, സാർ ഈ തോട്ടിൻ്റെ പ്രശ്നം, ഈ ഡയലോഗ് ഡെലിവറിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ഫീൽ കിട്ടും എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചെയ്യാൻ പോകാമെന്ന്. എനിക്കതല്ല, ഫിയറിൻ്റെ ആംഗിളാണ് വേണ്ടത്. എന്ത് ചെയ്യും എന്നുള്ളൊരു പതറിപ്പോയൊരു ഇതാണ് വേണ്ട. പെട്ടെന്ന് വെച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആ സാധനം തോന്നും. മനസ്സിലായോ? അത് അവിടെ അപ്പം അങ്ങനെ 1-2 സ്ഥലത്തൊക്കെ നമ്മൾ സിനിമകളിൽ അങ്ങനെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലാതെ ലാൽസാർ തന്നെ അത് ചെയ്യും. ദൃശ്യം 3 ഞാൻ കണ്ടേക്കുന്ന ചില ഇൻഫർമേഷൻസ് ആണ്. 53,000 പോലീസുകാരാണ് നമുക്ക് കേരളത്തിലുള്ളത്, 650 പേർക്ക് ഒരാൾ, അങ്ങനെ തന്നെയാണ്. അതൊരു ഒരാളെന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു. ഗൂഗിളിൽ നിന്ന് പറയും. അപ്പൊ ഇത് നോക്കാൻ വേണ്ടി നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അങ്ങനെ ഒരു ഡയലോഗ് അവിടെ. കാരണം അതിന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പ്രസന്റ്ലി ഒന്ന് ആലോചിച്ച് നോക്കിയേ, മീഡിയയും മനുഷ്യരും പോലീസുകാരെ കുറ്റം പറയുന്നുണ്ട്. ഒരു ക്രൈം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ തുടങ്ങും പോലീസുകാർ നിഷ്ക്രിയരായ പോലീസുകാർ. അവർക്കും പരിമിതികളുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എന്തോരം കേസുകൾ നടക്കുന്നുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ 12, 13, 14 പോലീസുകാരുണ്ടാവും. ഈ എല്ലാ കേസും അവർക്ക് അന്വേഷിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പ്രയോറിറ്റി വേണ്ടി മോളിൽ നിന്ന് വരുന്ന കേസുകൾ വരും. ഇതെല്ലാം കൂടി ഇവർ അന്വേഷിക്കണ്ടേ? കാരണം എനിക്ക് പോലീസ് ഇതിനകത്ത് പല സുഹൃത്തുക്കളുണ്ട്. അവർ പറയും മോളിൽ നിന്ന് വരുന്ന പ്രഷർ. ഒരിക്കൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞാണ്, ഒരു കേസ് വന്നിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കരമായൊരു പ്രഷർ വരും. ഒരുത്തൻ ഒരു മോഷണമോ അല്ല വരണ്ട് കൊല്ലുമോ എന്തോ ചെയ്തിട്ട് അവനെ പിടിക്കാൻ പറ്റുന്നില്ല. 2 ആഴ്ചയായി അവൻ എവിടെ പോയെന്നൊരു പിടിയില്ല. ഒരുത്തൻ അങ്ങോട്ടൊരു മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർ ഇപ്പോൾ മൊബൈലും ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അത്ര എളുപ്പമല്ലത്. ഇവർ മനുഷ്യരല്ലേ. അവസാനം ആ പുള്ളിയെ നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര മോളിൽ നിന്നൊക്കെ പ്രഷർ. അവസാനം പുള്ളി ഏതോ ഒരു ബന്ധു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബോംബെയിലുള്ള ആരുടെ ഒരു ബന്ധുവിൻ്റെ കാര്യം എന്തോ പറഞ്ഞു. അപ്പോൾ പുള്ളി നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രഷർ സഹിക്കാൻ പറ്റില്ല. അവസാനം പുള്ളി ഈ സീനിയർ ഓഫീസറോട് ചെന്നിട്ട് പറഞ്ഞു, കാരണം ഇവിടുന്ന് ഒന്ന് മാറിയിരിക്കണം, അയാൾ ബോംബെയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇങ്ങനെ ഒരു അയാളുടെ ഒരു ഇത് അവിടെയുണ്ട്, അങ്ങനെ എന്തോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു ഉടനെ പോയി ബോംബെ അന്വേഷിക്കാം. അപ്പോൾ പുള്ളിക്ക് എന്നാ വെച്ചാൽ ഒരാഴ്ച എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കണം, കാരണം അതുപോലെ പ്രഷറാണ് ഒന്ന് ഇതാകാനായിട്ട്. അങ്ങനെ ബോംബെ ചെന്നു. അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഈ അഡ്രസ്സിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവരുടെ നിന്ന് ഇതുമെടുത്ത് നേരെ നിന്ന് ഇയാളെ വിളിക്കാനായിട്ട് ചെന്നു. ബെല്ലടിച്ചപ്പോൾ തുറന്നത് ഇയാളെ അന്വേഷിക്കുന്ന ആളാ. ഒരു ഭാഗ്യം പോലെ കിട്ടി. പിന്നെ അതുപോലെ പുള്ളി പറഞ്ഞു ഇതുപോലെ തന്നെ ഒരു കേസ് അന്വേഷിച്ച് കിട്ടുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിയുടെ വൈഫിൻ്റെ ഒരു ദന്തൽ ഇത് ക്ലിയാൻ വേണ്ടിയിട്ട് ദന്തിസിൻ്റെ അടുത്തേക്ക് വന്നു. ദന്തിസിൻ്റെ അവിടെ ചെന്ന് വൈഫ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവൻ ഈ ദന്തൽ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരും. അപ്പം അത് ഭയങ്കര ഭാഗ്യത്തിന് കിട്ടുന്നതൊക്കെ ഉണ്ട്. അപ്പം പോലീസിന് ഭയങ്കര അങ്ങനത്തെ പ്രഷേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു എന്ത് പ്രഷറായിരിക്കും ഇവർക്ക് ഈ കേസിലുണ്ടാകുന്നത്. അപ്പം ഒരേ സമയത്ത് മൾട്ടിപ്പിൾ കേസുകൾ അന്വേഷിക്കണം. ശരിയാണ്, നമ്മൾ പറയും ഇവർ ഇതിനൊക്കെ ട്രെയിൻഡാണ്, എന്നാലും ഒരു പരിധിയില്ലേ. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴാണ് എന്തോരം പോലീസുകാരുണ്ട് എന്നാലോചിച്ചു. അങ്ങനെ ഇപ്പം ഗൂഗിളിൽ നോക്കി ഒരു പോലീസ് സ്റ്റോറീസ് എഴുതുന്ന, ക്രൈം ത്രില്ലേഴ്സ് എഴുതുന്ന റൈറ്റർ എന്ന നിലയ്ക്ക് ഇത് പറയണം എന്ന് തോന്നി. കാരണം പോലീസുകാരുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കണമല്ലോ. ചുമ്മാ അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ. അടുത്ത് there is more loopholes in our system. സെറ്റല്ലേ? ആണല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇൻഡസ്ട്രിയിൽ അല്ലെ നമ്മുടെ ഈ റിയൽ ലൈഫിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പേരാണ് ക്രൈം ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയ അടക്കം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ പല നിയമങ്ങളും ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ എത്ര എണ്ണം നമ്മൾ ശിക്ഷിക്കപ്പെടാൻ പറ്റുന്നുണ്ട്? കാരണം ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട്, അതിലൂടെ രക്ഷപ്പെട്ടു പോവാണ്. അപ്പോൾ ഈ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കണ്ടേ നമ്മൾ ഈ കഥ എഴുതാൻ? അല്ല, കുറേയൊക്കെ നമ്മൾ കണ്ടുപിടിക്കും, കുറേയൊക്കെ നമ്മളങ്ങ് വിട്ടുകളയും. ചിലയിടത്ത് നമുക്ക് ആ ലൂപ്പ് ഹോൾ നോക്കിയാൽ കഥ മുന്നോട്ട് പോകാൻ പറ്റിയാലെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വിട്ടുകളയും. അതാ ഞാൻ പറഞ്ഞത്, 100% ലോജിക്കും ഇതൊന്നും പിടിച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. 250 ഇന്ത്യക്കാർ മാത്രമുള്ള ടുണീഷ്യ. അത് ഞങ്ങൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ റാമിൻ്റെ ലൊക്കേഷൻ കാണാനായിട്ട് ഞാൻ 2 തവണ ട്യൂണീഷ്യക്ക് പോയി. അന്ന് ഒരുമാതിരി ട്യൂണീഷ്യ ഫുള്ള് കറങ്ങി. ശരിക്കും റാം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്
ലൊക്കേഷൻ ഹണ്ടിങ്ങിന് തന്നെ ഞങ്ങൾ ഈയിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി 15,000 കിലോമീറ്ററോളം ബൈ എയർ ആൻഡ് റോഡ് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. 15,000 കിലോമീറ്ററോളം മൊറോക്കോ, UK. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വെച്ചപ്പോൾ ഇവിടെയും ട്യൂണീഷ്യയിലും കുറേ കറങ്ങിയിട്ടുണ്ട്. ട്യൂണീഷ്യയിൽ പോയിട്ട് ഞങ്ങൾ അത്രയും കറങ്ങിയിട്ട് ഒരു മലയാളിയെ കണ്ടു, 1-2 നോർത്ത് ഇന്ത്യൻസിനെ കണ്ടു. ബാക്കി മൊറോക്കോയിൽ പോലും നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ എന്നെ കാണാൻ പറ്റിയത്. അങ്ങനെ ഒരു ഇതുകൊണ്ട് അപ്പോൾ ഇവിടെ ഇന്ത്യക്കാർ കുറവാണ്, അങ്ങനെ ഒരു ഫീലിംഗ് അന്ന് എനിക്ക് വന്നായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എത്ര ഇന്ത്യക്കാർ പോകുന്നത്. നേരെ കണ്ടതാണ് 250 ഉള്ളൂ. ഗൂഗിളിൽ കണ്ടത് വെച്ച് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഗൂഗിൾ കാണുമായിരിക്കും. എന്നാലും ഒരാൾക്ക് മുങ്ങണമെങ്കിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്ര ഇന്ത്യക്കാർ വളരെ കുറവാണ് അവിടെ. അങ്ങനെ ടുണീഷ്യയിലേക്ക് കയറ്റിവിടാന്നുള്ള ടുണീഷ്യ നോക്കാൻ കാരണം എന്താ? റാമിന് ഡെസേർട്ടും അതിൻ്റെ അങ്ങനത്തെ കുറച്ച് നല്ല കുറേ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ പിക്ചേഴ്സ് കണ്ടപ്പം പിന്നെ അതല്ല, മൊറോക്കോയ്ക്ക് അടുത്താണ്. നമ്മൾ ആദ്യം ടുണീഷ്യ പ്ലാൻ ചെയ്തിരുന്നത്, എന്നിട്ട് അവിടുന്ന് മൊറോക്കോയ്ക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പം മൊറോക്കോയിലും ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം മൊറോക്കോ ഇച്ചിരി എക്സ്പെൻസീവാണ്. അവിടെ ഈ ഹോളിവുഡ് സിനിമകളെല്ലാം വന്ന് കിടന്ന്, എന്നാൽ അവിടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ എക്സ്പെൻസീവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഡെസേർട്ടും ഇതൊക്കെ മാച്ച് ചെയ്തെടുക്കാൻ ടുണീഷ്യ ആണെങ്കിലും മതി. പിന്നെ കഥാപരമായിട്ട് നമ്മൾ ടുണീഷ്യ എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസർച്ച് എങ്ങനെയാണ് ജിത്തുചേട്ടൻ്റെ ആസ് എ റൈറ്റർ? റിസർച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു ടീമുണ്ടോ? കാരണം പാരലലി ഒരുപാട് സിനിമകൾക്ക് എഴുത്ത് നടക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഞാൻ ടീമിന് കൊടുക്കും. പക്ഷേ ഈ ഫോറൻസിക് മെഡിക്കലാണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് പരിചയമുണ്ട്, പോലീസുകാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ചോദിക്കും. അത് നമ്മൾ ഫോണിലൂടെയൊക്കെ വിളിച്ച് നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഈവൻ ഈയിടെ ഒരു സബ്ജക്റ്റിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വർക്ക് ചെയ്ത് വെച്ചിട്ട് വേറൊരു സിനിമ വന്നെന്ന്, അതൊരു ബാങ്ക് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ബാങ്ക് മാനേജറെ ഇരുത്തി ഞാൻ പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേ ഞാനത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ചെയ്യും. അത് സിനിമ ഇറങ്ങിയെങ്കിലും സിനിമ ഉദ്ദേശിച്ച പോലെ വന്നില്ല അത്. പക്ഷെ അവർ ചെയ്ത ആശയം ഒന്ന് തന്നെയാണ്, പക്ഷെ അവർ ചെയ്ത രീതിയിലല്ല ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വേറൊരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റേ ഒരു ബാങ്ക് മാനേജറുമായിട്ട് ഇരുന്ന് സംസാരിച്ചൊക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് ശാന്തിയുടെ ഹസ്ബൻഡ് ഷിജുവാൻ ബാങ്കിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന്, അപ്പോൾ നമ്മുടെ ആ സുഹൃത്തുക്കളൊക്കെ വഴി അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. മോഹിനിയാട്ടം സിനിമയിലൊരു സീനുണ്ട്, ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഒരു പോലീസുകാരനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എനിക്ക് ദൃശ്യം 3യുടെ കഥ എഴുതാനാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെയാണ്, ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പം റാമിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയുടെ ഒരു ഇന്റലിജൻസ് അങ്ങനത്തെ ഇതിലുള്ള റിട്ടയർ ചെയ്ത ഒരാളുണ്ടായിരുന്നു, മീൻസ് ഹൈ ലെവലിൽ പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് വേറെ രീതിയിൽ കണക്ഷൻ കണ്ടെത്തിച്ചെന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു എങ്ങനെയാ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന, ആ പഴയകാലം എങ്ങനെയായിരുന്നു, പുതിയത് എങ്ങനെയാണ്, അവരുടെ രീതികൾ എങ്ങനെയാണ് എന്ന് അവർക്ക് പറയാവുന്ന രീതിയിലുള്ളതൊക്കെ പറഞ്ഞു. അപ്പം ചിലത് കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ എല്ലാം ഒന്നും നമുക്ക് പബ്ലിക്കിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതൊരു നമ്മുടെ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ ഇതില്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയാൽ മതി. ബാക്കി പിന്നെ കുറച്ച് ഇമാജിനേഷനൊക്കെ വെച്ച് നമ്മൾ, പിന്നെ സിനിമ റിയൽ ലൈഫിൽ പോലെയല്ലോ, സിനിമയിൽ നമ്മൾ ഇച്ചിരിയൊക്കെ കയറ്റി അടിച്ചങ്ങ് വിടും. പുതിയൊരു ക്യാരക്ടർ 3-ലുള്ളത് വീണാനന്ദകുമാറാണ്, സഹദേവന്റെ മകളാണ്. അപ്പോൾ ഓൾറെഡി ആൾക്കാർക്ക് അറിയാം, അങ്ങനെ ഒരു മകളെ കൊണ്ടുവരാം, ഒരു ജേർണലിസ്റ്റിനെ കൊണ്ടുവരാം, കേസ് റീഓപ്പൺ ചെയ്യാൻ. ആ തോട്ട് വന്നത് എപ്പോഴാണ്? അത് എന്നോട് കുറച്ച് പേര് ചോദിച്ചതാണ്, ആ ക്യാരക്ടറിന് ക്ലോഷർ ഉണ്ടായില്ല എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടർ എന്തായിരുന്നു, ആ ക്യാരക്ടർ അങ്ങ് പോയി. ബേസിക്കലി അതിനകത്തത് അണ്ടർസ്റ്റുഡ് ആയിരുന്നു, ഞാൻ ഓർത്ത് അത് മനസ്സിലാകുമെന്ന്. പക്ഷേ ചിലർക്കത് മനസ്സിലായില്ല. അത് എന്തുകൊണ്ട്, അതൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നെ വിളിച്ചു ചോദിച്ചു, ജിത്തു ഞാൻ ചോദിച്ചു അത് കണ്ടപ്പോൾ അത് കിട്ടിയില്ലേ? അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കും ഓക്കെ എന്ന് പറഞ്ഞു. അതായത് മീഡിയ എന്നുള്ള പേരിൽ അന്വേഷിച്ചിറങ്ങി ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയപ്പം പുള്ളി അത് അച്ഛനെ ഏൽപ്പിച്ചു. പിന്നെ അവിടുന്ന് പുള്ളി അങ്ങ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. മനസ്സിലായോ? പുള്ളിക്ക് നല്ലൊരു ബ്രേക്ക് ത്രൂ, അതുവരെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു ഇതില്ലല്ലോ. ആ ബ്രേക്ക് ത്രൂ കിട്ടിയത് പത്രവിനെ കിട്ടിയപ്പോഴാണ്. അവിടെയാണത് കണക്ട് ചെയ്ത് ഇവരുടെ കൂടെ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ തൊട്ട് പുള്ളി അങ്ങ് ടേക്ക് ഓവർ ചെയ്തു. പിന്നെ കാരണം അന്വേഷണത്തിൻ്റെ രീതി മാറി, അത് പുള്ളിക്കാരത്തേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ പുള്ളി ഫാദർ ടേക്ക് ഓവർ ചെയ്തു, അതാണ് അതിൻ്റെ ആംഗിള്. പിന്നെ അവിടെ ചുമ്മാ മകളെ ഇങ്ങനെ സൈഡിൽ നിർത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പുള്ളിക്കാരത്തെ ആ സീനിൽ നിന്ന് പിൻവാങ്ങി. അല്ലാതെ ഒരു ക്ലോഷർ കൊടുക്കാൻ അങ്ങനെ ആവശ്യമാണ്. അപ്പോൾ റൈറ്ററോട് പുള്ളി പറഞ്ഞാൽ ഓക്കെ ഓക്കെ. വീണയ്ക്ക് ഒരു ബക്കറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു മീം വന്നിട്ടുണ്ട്, കണ്ടായിരുന്നു? 2-3 സീനിൽ ബക്കറ്റും പിടിച്ച് നിൽക്കുന്നുണ്ട്. 2 സീനിലേ ഉള്ളൂ. അതായത് ഒരിടത്ത് വെള്ളം എടുക്കാനായിട്ട് വരുന്നു, മറ്റിടത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ സീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആ ഷോട്ട് എടുക്കുമ്പോൾ
ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളി വണ്ടി കഴുകുന്ന മകൾ ഇതാണല്ലേ, പുള്ളി ബക്കറ്റും എടുത്തുകൊണ്ട് വണ്ടി കഴുകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവരുമേ അവിടെ നിൽക്കുന്നത്. അതിനുവേണ്ടി വരുന്നതായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഭയങ്കര ഇമോഷണൽ സീനാണല്ലോ. അപ്പോൾ അവിടെ ആ ബാക്ക് ഡ്രോപ്പിൽ അത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകുമെന്നുള്ളതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് കാരണം ഞാനത് ഇറങ്ങി വരുവും വേണം. ജോർജ് കുട്ടി കാണണമല്ലോ. അപ്പോൾ വരുമ്പോൾ കൈയും വീശി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ, ചുമ്മാ കണ്ട് കാണിക്കാൻ വരുന്ന പോലെ ആവുമല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു പർപ്പസിന് വേണ്ടി വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണിച്ചത്. പക്ഷെ അത് അവിടെ വെച്ച് അങ്ങനെ വന്നപ്പം അത് പറ്റിയതാണ്. മീനൊക്കെ എന്തായാലും അല്ല, വീണയ്ക്ക് എന്തായാലും നല്ല പബ്ലിസിറ്റി. മീം കണ്ടപ്പോൾ എന്താ തോന്നി? എന്നെ വിളിച്ചു വീണ പറഞ്ഞു നല്ല ഇങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞു നല്ലതല്ലേ, ഇത്രയും കൂടുതൽ നല്ല പബ്ലിസിറ്റി അല്ലേ കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇനി ഞാൻ പറഞ്ഞു മാത്രമല്ല ഇനി ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ താൻ ലൈവായിട്ടുണ്ടാവും എന്നും പറഞ്ഞു. സൂപ്പർ. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഫ്രാഞ്ചൈസിയുടെ സീക്വൽ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ നോട്ട് ചെയ്ത സാധനങ്ങളുണ്ട്. പീപ്പിൾസ് അഭിപ്രായം, ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഉണ്ട്. അങ്ങനെ ചിലത് ഞാൻ പറയാം. നമ്മൾ കേട്ടേക്കുന്നത് ആസ് എ ഡയറക്ടർ റൈറ്റർ അതിനുള്ള അഭിപ്രായം മറുപടി ഞങ്ങൾക്ക് പറഞ്ഞുതരണം. സാധാരണ കണ്ണ് കുറച്ച് ചുവന്നു പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ പുള്ളി ഇച്ചിരി ഒരു മദ്യപാനിയും ഇതുമായിട്ട് നമ്മളൊരു ചെറിയൊരു ഇതിൻ്റെ ഭാഗമായിട്ടൊന്ന് ചോപ്പിച്ചതാണ്. പക്ഷെ അത് ചിലയിടത്ത് ഇച്ചിരി കൂടിപ്പോയി. അവസാനമൊക്കെ ആയപ്പോൾ എനിക്കൊന്ന് തീരെ കുറഞ്ഞു. അത് ഞാൻ പിന്നെ ഒരു സിനിമാറ്റിക് ഇതിൽ ഇച്ചിരി ഒരു ഇതിലെല്ലാം കിടക്കട്ടെ എന്നോർത്ത് ഞാനതങ്ങ് വിട്ടതാ. ഒരു കുറ്റമാണെങ്കിൽ കുറ്റമായിട്ടിരിക്കട്ടെ. ശരി, ഓക്കെ. എന്തിനാണ് രാജൻ ചതിച്ചത്? കാരണം കഥയിൽ ആ ചതിക്കൊരു കോൺട്രിബ്യൂഷൻ ഇല്ല. രാജന്റെ കൂറുമാറ്റം കൊണ്ടല്ല, ചതി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അല്ല, കല്യാണം ഗുണമുണ്ടല്ലോ. കല്യാണം മുടക്കാനായിട്ട് ഇതെല്ലാം പോയി അന്വേഷിക്കുന്ന രാജനല്ലേ, മുടക്കുന്നതും രാജൻ തന്നെയല്ലേ. അവിടെ പുള്ളിയുടെ കൂടെ നിന്ന ഒരാൾ ഈ വിവരങ്ങൾ മുഴുവൻ അറിഞ്ഞുകൊണ്ട് ഒരാൾ ചതിച്ചാൽ അയാൾക്കല്ലേ ഏറ്റവും നന്നായിട്ട് ചതിക്കാൻ പറ്റുള്ളൂ. പുറത്ത് നിന്ന് ഒരാൾ ചതിക്കുന്ന പോലെയല്ലോ. അതിനാണ് രാജനെ അതിനകത്തേക്ക് പ്ലാൻ ചെയ്ത് വിട്ടത്. രാജനെ എന്തിനാണ് ചതിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ജോലി പോയപ്പോഴൊന്നും പുള്ളിക്കൊരു വിഷമമില്ലായിരുന്നു. ആ ജോർജ് കുട്ടി എൻ്റെ അടുത്ത് എന്നെ സഹായിക്കുമെന്ന് ഓർത്ത് പുള്ളി കാത്തിരുന്നിട്ട് ജോർജ് കുട്ടി വന്നില്ല. അപ്പോഴാണ് ഒരു പക്ഷേ ഇയാളായിരിക്കാം, നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമ്മുടെ ഷാജോൻ ചെന്ന് കൂടെ അതാ പുള്ളിക്കാരത്തി ഒരു ഡയലോഗ് പറയുന്നുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു അവസരം വന്നപ്പോൾ ഞങ്ങളും കൂടെ കൂടിയെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ശാന്തി എന്നാ വൈഫിൻ്റെ ആർക്ക് ശാന്തി കയറിപ്പോ, കാരണം അറിയാതെ പുള്ളിക്കാരത്തിൻ്റെ വായിന്ന് സ്ലിപ്പ് ചെയ്തത്. ഫുൾ കുറേ പറയുന്നുണ്ടല്ലോ ഡയലോഗ്. അതിൻ്റെ അവസാനം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങളും കൂടെ കൂടി എന്ന് പറയുമ്പോഴാണ് ശാന്തിയാകത്തുവോ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് പതുക്കെ റിവീൽ ആകുകയാണ്, കയ്യിൽ നിന്ന് പോവുകയാണ് എന്നുള്ള രീതിയിൽ. അപ്പം പുള്ളീനെ അവിടെ പ്ലാൻ ചെയ്തു, വിശ്വസ്തനായിട്ട് കൂടെ നിന്നു. കൂടെ നിന്ന് കഴിഞ്ഞിട്ട് ഈ കല്യാണം മുഴുവൻ അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്ന ആരെയാ? രാജനെയാണ്. എല്ലാം അന്വേഷിച്ച് ഏൽപ്പിച്ചിട്ട് ഇപ്പുറത്തൂടെ ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാജനെ കാണിച്ചു കൊടുക്കുന്നതും ഇതിൻ്റെ കളിയുടെ ഭാഗമാണ്. രാജനെ അവർ കാണിച്ചു കൊടുക്കുകയാണല്ലോ. ശരിക്കും ആരാ രാജനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത്? കൊടുക്കുന്നയാൾ ഒരു നമ്പർ കൊടുക്കുന്ന ഒരാളുണ്ട്, അതും ഈ ഗെയിമിൻ്റെ ഭാഗമാണ് ആ വ്യക്തി. കാരണം പതുക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇനി പതുക്കെ ജോർജ് കുട്ടി മനസ്സിലാക്കണം ആരാണ് ശത്രു എന്ന്. കാരണം ഇല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ വേറെ സ്ഥലത്തേക്ക് ചെല്ലും. അത് ചെല്ലാതിരിക്കാനായിട്ട് ഓരോരുത്തരെയായിട്ട് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇങ്ങനെ ജോർജ് കുട്ടീനെ ബിസിയാക്കി നിർത്തണം, വേറൊരു സൈഡിൽ ഡിസ്ട്രാക്ട് ചെയ്ത്. അതായിരുന്നു പറഞ്ഞത്, ഇതൊരു ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ ആദ്യം രാജൻ റിവീലായി, കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ ആളെ റിവീൽ ചെയ്ത് കൊടുത്തു. അങ്ങനെ അപ്പോൾ അതൊരു ഒരു വലിയ പ്ലാനിങ് ആണ്. ഇത്തവണ പ്ലാനിങ് വന്ന് വേറൊരു സൈഡിൽ നിന്ന് മാത്രം. IG തോമസ് ബാസ്റ്റിൻ പുള്ളിയുടെ ഡയലോഗുകളും കടുകട്ടി അടിപൊളി ഇംഗ്ലീഷ് ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് കുറേ ഞാൻ എഴുതിയതുണ്ട്, കുറച്ച് പുള്ളി എഴുതിയതുണ്ട്. അതിനകത്ത് ആ തുടക്കത്തിൽ പോലീസിൻ്റെ ഇതൊക്കെ ഞാൻ തന്നെയാണത് പറഞ്ഞത്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു പോലീസ് ഇത് പൊളിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പോലീസും മിലിറ്ററിയും പൊളിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യം തീർന്നു, പിന്നെ കെയോസാണ്. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗ്സ് പുള്ളിയുടെ മലയാളത്തിൽ, ഞാൻ കൂടുതൽ മലയാളം എഴുതിയപ്പോൾ ചില സെൻറ്റൻസുകൾ പുള്ളി ഒന്ന് ഇംഗ്ലീഷിലേക്ക് അത് മാറ്റി എഴുതി. ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു, പറഞ്ഞോളാൻ പറഞ്ഞു. കുറച്ച് ഇംഗ്ലീഷ് മുരളിഗോപിയുടെ കയ്യിൽ നിന്ന് അതിനകത്ത് 1-2 ഡയലോഗ്സ് ഒക്കെ പുള്ളി ഇംഗ്ലീഷിലാക്കി പറഞ്ഞു. ഓക്കെ. 1-ന്റെയും 2-ന്റെയും ഡൈ ഹാർഡ് ഫാൻസ്, 3rd വേണ്ടായിരുന്നു എന്ന് പറയുന്ന ഫാൻസിനോട് എന്താണ് ജിത്തു ജോസഫിന് പറയുന്നത്? അവരുടെ സ്വാതന്ത്ര്യം.
ചെയ്യാന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യം. ഞങ്ങൾ പക്ഷെ അത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഇത് നഷ്ടം വരില്ലേ. കാരണം എന്തോരം ആൾക്കാരാണ് ഇപ്പൊ 4 വേണ്ടാന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. എന്നാ 4 വേണം, ചെയ്യണം കേട്ടോ, ഞങ്ങൾ കാത്തിരിക്കുക എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പം ഇന്നിത് അതിനു വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ആസ് എ ഫിലിം മേക്കർ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു 4 വന്നാൽ ഞാൻ ചെയ്യും. പക്ഷേ 3 ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 3 ചെയ്തത്. 2 പോലെ ട്വിസ്റ്റുകൾ പ്രതീക്ഷിച്ച ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ അത് പ്രതീക്ഷ വരണ്ടായിരുന്നു. ജിത്തു ജോസഫിന്റെ അപ്കമിങ് പ്രോജക്റ്റുകളിലേക്ക് പോകാം. വിക്കി തരുന്നത് 1 ഫാഫ പ്രോജക്റ്റും 2 റാമുമാണ്. ഇത് തന്നെയാണോ? അല്ല, എന്തൊക്കെയാണ്? ഇത് രണ്ടുമല്ല. രണ്ടുമല്ലേ? ഹൂ ഡൺ ഇറ്റ് എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് ഇതില്ലേ, നമ്മുടെ 12th മാൻ, ഡിക്റ്റേറ്റീവ്, ആ പാറ്റേണിലുള്ള ഒരു സിനിമ, ഒരു സബ്ജക്റ്റ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആർട്ടിസ്റ്റാന്ന് ഞാൻ പതൊക്കെ റിവീൽ ചെയ്യാം. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഒരു തെലുങ്ക് പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്. അത് ശാന്തിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അത് ശാന്തി വഴി വന്നൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. ശാന്തി ഫുൾ ടൈം റൈറ്റിങ്ങിലേക്ക് മാറിയോ? അല്ല, റൈറ്റിംഗ് വെച്ചാൽ വിളിക്കാൻ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് വന്നപ്പം ആൻഡ് ഷീ ലൈക്സ് ടു റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വന്നു. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും പോസിബിൾ. പിന്നെ സിനിമയല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ സംഭവിക്കാം, അത്രേ ഉള്ളൂ. റാമിൻ്റെ അപ്ഡേറ്റ് എനിക്കൊന്നും അറിയില്ല. ഇപ്പോഴും ഫാഫ പടം എന്ന് പറയുന്നത് അത് ഉണ്ടോ? അല്ല, അത് ആ സ്ക്രിപ്റ്റ് അവിടെ ഏതുണ്ട്, പക്ഷെ അത് ഫഹദ് ഫാസിലാന്നുള്ളത് കൺഫേംഡ് അല്ല. ക്രൈം ത്രില്ലർ തന്നെയാണ്? അല്ല, അത് ശാന്തിയുടെ സ്ക്രിപ്റ്റ്. അത് ഓൾറെഡി സ്ക്രിപ്റ്റ് എഴുതി റെഡി ആയിട്ടിരിക്കുന്നതാണ്. അതൊരു ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. 100% ട്രൂ സ്റ്റോറിയാണ്. അത് നല്ലൊരു സബ്ജക്റ്റ്. അത് 1ഉം 2ഉം അതർ ലാംഗ്വേജസ് റൈറ്റ്സ് ഒക്കെ പോയി അവർ ചെയ്യുന്നുണ്ടായിരുന്നു. 3 അങ്ങനെ അതർ ലാംഗ്വേജസിൽ വരാനുള്ള തീരുമാനമായി? അത് ഓൾറെഡി തീരുമാനിച്ചതാണോ? ഇല്ല, 3 ഹിന്ദിയിൽ മാത്രമേ വരുള്ളൂ. മറ്റൊന്നും അവർക്ക് നമ്മുടെ 3യുടെ ക്ലൈമാക്സ് അവർക്ക് വർക്കാകുന്നില്ല. കാരണം എന്താ പറയണത്, അത് അവർക്കൊരു പ്രശ്നമാണ്. 3യിൽ തന്നെ അവർ വേറെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. കാരണം അല്ല, തീർച്ചയായിട്ടും. കാരണം അതിപ്പോൾ നമ്മുടെ സമ്മതിക്കാതിരിക്കാനാണ്. അപ്പോൾ അവരിപ്പോൾ നമ്മുടെ കഥയുടെ റൈറ്റ് മേടിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളല്ലോ മാറ്റാൻ വരെ. പക്ഷെ അവർ ഒരു സാമാന്യ മര്യാദയ്ക്ക് നമ്മളോട് ചോദിച്ചു, ജിത്തു ഇത് നമുക്ക് ഈ രീതിയിൽ അവിടെ ബുദ്ധിമുട്ടാണ്, അപ്പം നമുക്ക് അതൊന്നും മാറ്റി പിടിക്കേണ്ടി വരും, ഞങ്ങളതൊന്ന് ചെയ്തോട്ടെ. അവർ കുറച്ച് മാറ്റങ്ങൾ വരുന്നത് ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. അതിപ്പോൾ നമ്മുടെ പെർമിഷൻ ഒന്നും വേണമല്ലോ. റൈറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് മാറ്റാം. അത് അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. 3യുടെ റൈറ്റ്സ് വാങ്ങിച്ചോ ഓൾറെഡി? പിന്നെ റൈറ്റ് മാത്രമല്ല, എൻ്റെ സിനിമ അവർ വാങ്ങിച്ചില്ലേ. ആണല്ലേ? പിന്നെ അപ്പം ഹിന്ദിയിലും ഒക്കെയാണ് ഈ ക്ലൈമാക്സിന്? ഈ ക്ലൈമാക്സ് അല്ലത്, ഹിന്ദിയിലും മാറ്റും. ഹിന്ദിയിലും മാറ്റും. അവർ മാറ്റി ചെയ്യാനായിട്ട് അവരങ്ങ് തീരുമാനിച്ചു. മറ്റേ 2 ലാംഗ്വേജുകളിൽ അങ്ങനെ അവർ ആവശ്യപ്പെട്ടില്ല. അവർക്ക് ഇത് ഓക്കെ അല്ല. ഹിന്ദിയിലാണ് വർക്കാവില്ല എന്ന് പറഞ്ഞു. മറ്റേടത്തും വർക്കാവില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു സ്റ്റൈലിൽ നിൽക്കുമായിരുന്നു തെലുങ്കും ഇതൊക്കെ. ഹിന്ദിയിൽ അവർ ചെയ്യാൻ ആഡ് പക്ഷേ ഇതേപോലെ അവർക്ക് താല്പര്യമില്ല. ഒന്ന് മാറ്റി അവരുടേതായ രീതിയിൽ മാറ്റുമെന്ന് പറഞ്ഞു. ജിത്തു ജോസഫിൻ്റെ ഞെട്ടിക്കുന്ന പടങ്ങൾ ഇനിയും വരട്ടെ. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു.